തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂരിൻ്റെയും മൂന്നുപീടികയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചന്ദ്രാപിന്നി ഈസ്റ്റ് എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഈ ഒരു കിണറിന് 32 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വലിയൊരു ചരിത്രം പറയാനുണ്ട്. കേരളക്കരയിലെ സുപരിചിതരായ അന്ത്രുപ്പാപ്പയുടെ ഒരു വാക്യാറ്റ് നടന്ന കിണറാണിത്. ഇന്ന് ഈ കിണർ ഈ രൂപത്തിലേക്ക് മാറ്റപ്പെട്ടത് 1 വർഷങ്ങൾക്ക് മുമ്പാണ്. 32 വർഷങ്ങൾക്ക് മുമ്പ് അന്ത്രുപ്പാപ്പ ഈ നാട്ടിൽ വരികയും അവിടുത്തെ വാക്യത്തിനാൽ ഈ കിണറ്റിലെ വെള്ളം വറ്റിപ്പോവുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നും ഈ കിണറിലെ ഉറവയായിട്ട് വെള്ളം വരുന്നില്ല. ഇതിൻ്റെ പുറകിലുള്ള ഒരു കിണറിൽ നിന്ന് ഈ കിണറ്റിലേക്ക് വെള്ളം അടിച്ച് അതിൽ നിന്ന് ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്ന രൂപത്തിലൊരു ടാങ്കായിട്ടുള്ള ഉപയോഗം മാത്രമാണ് ഈ കിണറിനുള്ളത്. 1 വർഷങ്ങൾക്ക് മുമ്പ് ഈ പള്ളിയെ ഈ രൂപത്തിലേക്ക് കോലപ്പെടുത്തി നവീകരണം നടത്തുന്ന സമയത്ത് അന്ന് ഈ കിണറിനപ്പുറം നിൽക്കുന്നത് ഹൗലങ്കരയാണ്. അത് ഷീറ്റിട്ട ഒരു ഭാഗമായിരുന്നു. അതിന് ഈ രൂപത്തിലേക്ക് വാർപ്പാക്കി മാറ്റാൻ വേണ്ടി ഈ ഫില്ലറുകൾ 2 കിണറിൻ്റെ അപ്പുറത്തിപ്പുറത്തും 2 ഫില്ലറ് സംവിധാനിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുഴിയെടുത്ത സമയം 3 അടിക്കായിരുന്നു അന്ന് കുഴി താഴ്ച കൊടുത്തിരുന്നത്. പക്ഷേ ആ 3 അടിക്ക് കുഴിയെടുത്തപ്പോഴേക്ക് ആ കുഴിയിൽ വെള്ളം നിറഞ്ഞു. അപ്പോഴും ഈ കിണറ്റിൽ പുറകിൽ നിന്നടിക്കുന്ന വെള്ളം ടാങ്കിലേക്ക് അടിച്ചു കയറ്റുന്നതിനനുസരിച്ച് കുറഞ്ഞു പോകുന്ന അവസ്ഥയിൽ തന്നെ ഉറവയില്ലാതെ കിടക്കുന്നതാണ് നമുക്ക് അനുഭവപ്പെട്ടത്. അന്ത്രുപ്പാപ്പയുടെ ചരിത്രം എഴുതിയ പല പുസ്തകങ്ങളും നമുക്ക് വിപണിയിൽ വാങ്ങിക്കാൻ കിട്ടും. എന്തുകൊണ്ടാണ് അന്ന് ഇങ്ങനൊരു വാക്യത്ത് നടന്നത് എന്നതിനെക്കുറിച്ച് നാട്ടിലുള്ള ആളുകൾക്ക് പലവിധേനയുള്ള അഭിപ്രായങ്ങളാണുള്ളത്. അന്ത്രുപ്പാപ്പ ഈ നാട്ടിൽ വന്നു. അന്ന് ഈ മസ്ജിദിൻ്റെ സ്ഥാനത്ത് ചെറിയൊരു മസ്ജിദ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കിണർ അതിൽ നിന്നും അല്പം ദൂരെയായിട്ട് സ്ഥിതി ചെയ്യുന്നതായിരുന്നു. പിന്നീട് പള്ളിയുടെ പുനർനിർമ്മാണമൊക്കെ നടന്ന സമയത്ത് ആ കിണറിനെയും കൂടെ അറ്റാച്ച് ചെയ്യുന്ന രൂപത്തിലേക്ക് ഇത്രയും വികസിതമായി മാറിയതാണ്. അന്ത്രുപ്പാപ്പ അന്ന് വന്ന സമയത്ത് എന്താണ് ഇത്തരത്തിൽ വെള്ളം വറ്റിപ്പോകാനുള്ള സാഹചര്യം ഒരുക്കിയത് എന്നതിനെക്കുറിച്ച് നാട്ടുകാർ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ അന്ത്രുപ്പാപ്പയുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് നടന്ന സംഭവങ്ങളിൽ ഏത് കാരണമാണ് ഇത്തരത്തിൽ വെള്ളം വറ്റിപ്പോകാൻ കാരണമായത് എന്നറിയാത്തതിൻ്റെ വ്യക്തതയില്ലാത്തതിൻ്റെ ഒരു ഭാഗം എന്ന് വേണമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പറയാം. ചിലർ പറയുന്നത് അന്ന് ഈ കിണറ്റിലെ വെള്ളം വളരെ കലങ്ങിയ രൂപത്തിലായിരുന്നു. അപ്പോൾ അന്ത്രുപ്പാപ്പ ഒളു കൊടുക്കുന്ന സമയത്ത് എന്താണ് ഈ വെള്ളം ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അതാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു. എങ്കിൽ ഇത്തരത്തിലുള്ള വെള്ളം നമുക്ക് ആവശ്യമില്ല എന്ന് അന്ത്രുപ്പാപ്പ പറഞ്ഞു എന്നതാണ് ഒരു കാര്യം. രണ്ടാമതായിട്ട് അവർ പറയുന്ന മറ്റൊരു കാര്യം, അന്ത്രുപ്പാപ്പ വന്ന സമയത്ത് അന്ന് ഇവിടെ മഹല്ലത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന വ്യക്തി സങ്കടത്തോടെ നാടിൻ്റെ ശോചനീയാവസ്ഥ പറയുകയും അന്ന് ഈ ഒരു മദ്രസ നിലനിൽക്കുന്ന സ്ഥാനത്ത് ഓടിട്ട ഒരു ചെറിയ കെട്ടിടമായിരുന്നു. അതിനൊന്ന് കോൺക്രീറ്റ് ചെയ്യുന്ന കെട്ടിടമാക്കി മാറ്റാൻ ഫില്ലറുകൾ കെട്ടിപ്പൊക്കിയെങ്കിലും അതിനൊരു പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അന്ത്രുപ്പാപ്പയോട് ആ വിഷമം പറഞ്ഞു. അന്ത്രുപ്പാപ്പ അതെല്ലാം ശരിയായിക്കോളും എന്നൊരു സമാധാനത്തിൻ്റെ വാക്ക് പറഞ്ഞു. പിന്നീട് പിറ്റേ ദിവസത്തേക്ക് കിണർ വറ്റി കാണുമ്പോൾ നാട്ടുകാരും അയൽപ്രദേശത്തുള്ളവരും മറ്റുമൊക്കെയായിട്ട് ഈ അത്ഭുത സംഭവം കാണാൻ വേണ്ടി നാട്ടിലേക്ക് ആളുകൾ ഓടിക്കൂടി. അങ്ങനെ അവരുടെ സഹായങ്ങളും
പിന്നീട് ഗൾഫിൻ്റെ സഹായവും ഒക്കെയായി പള്ളിയും മദ്രസയും ഒക്കെ ഭംഗിയാക്കപ്പെട്ടു എന്ന ഒരു വിശദീകരണം. മറ്റൊന്ന്, അന്തർവാപ്പ അവിടത്തേക്ക് ആവശ്യമായ രൂപത്തിൽ വെള്ളം ഉപയോഗിച്ച് വുളൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്തർപാപ്പയുടെ ഒരു കാരണവരായ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ വെറുതെ വെള്ളം നഷ്ടപ്പെടുത്തുന്നത് എന്ന രൂപത്തിൽ സംസാരിച്ചു. അന്തർപാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആവശ്യമായ രൂപത്തിലുള്ള ഉപയോഗം നടത്തി. പക്ഷെ അങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന ധാരണയിൽ ആ കാരണവർ അന്തർപാപ്പയോട് സംസാരിച്ചു. അപ്പോൾ അന്തർപാപ്പ വെള്ളം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പിന്നെന്തിനാണ് ഈ വെള്ളം എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിനോട് എതിർവാചകം പറഞ്ഞു. ആ ഒരു സംസാരത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ് ഈ കിണറ്റിൽ വെള്ളം വറ്റിപ്പോകൽ എന്നതാണ് ഒരഭിപ്രായം. കുറച്ചു മുന്നേ അന്തർപാപ്പയുടെ ചരിത്രം എഴുതാൻ വേണ്ടിയിട്ട്, ഒരു പുസ്തകം രചിക്കാൻ വേണ്ടിയിട്ട് വടക്കൻ കേരളത്തിൽ നിന്ന് ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വരികയുണ്ടായി. അദ്ദേഹം ഈ പ്രദേശത്ത് അന്തർപാപ്പയുമായി ബന്ധപ്പെട്ട ആളുകളിലേക്കൊക്കെ അന്തർപാപ്പയുടെ ചരിത്രം തേടി നടന്ന് പിന്നീട് പുസ്തകം ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിനുശേഷം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞ ഒരു സ്ഥിരീകരണം, അന്തർപാപ്പയുമായി ബന്ധപ്പെട്ട ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു കാരണവരായ മനുഷ്യനുമായിട്ട് സംസാരിച്ചു വന്നു. അദ്ദേഹം അന്തർപാപ്പയോട് ഇങ്ങനൊരു കിണർ വറ്റിപ്പോകുന്നൊരു സംഭവം തൃശ്ശൂർ ജില്ലയിൽ നടന്നിട്ടുണ്ടല്ലോ, എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളത് കാണാൻ പോയിരുന്നോ എന്ന് തിരിച്ചു ചോദിച്ചു വന്നു. കാണാൻ പോയിട്ടില്ല, എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ അങ്ങയോട് സംസാരിച്ചതിൻ്റെ പേരിൽ വറ്റിപ്പോയി എന്നതാണല്ലോ കേൾക്കുന്നത് എന്ന് അന്തർപാപ്പയോട് പറഞ്ഞപ്പോൾ അത് തന്നെയാണ് കാര്യം. അവരെന്നോട് അങ്ങനെ വേദനിപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചതാണ്, അതിൻ്റെ ഫലമായിട്ട് കിണറ്റിൽ വെള്ളം വറ്റിപ്പോയതാണ് എന്ന് അദ്ദേഹത്തോട് അന്തർപാപ്പ പറഞ്ഞു എന്നും ആ മനുഷ്യൻ അറിയിക്കുകയുണ്ടായി. ഏതായാലും അന്തർപാപ്പയുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടാവുകയും അന്തർപാപ്പ ഇവിടെ നിന്ന് പോയതിന് ശേഷം പിറ്റേ ദിവസം കിണറ്റിലെ വെള്ളം പൂർണ്ണമായിട്ട് വറ്റിപ്പോവുകയും ചെയ്തു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നും ആ കിണറ്റിൽ ഉറവില്ലാതെ അങ്ങനെ ഒരു ടാങ്കായിട്ടുള്ള ഉപയോഗത്തിലായിട്ട് നാട്ടുകാരുടെ മുന്നിൽ ഒരു തിരുശേഷിപ്പായി, ഒരു ഓർമ്മപ്പെടുത്തലായി നിലനിൽക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യം. അന്തർപാപ്പ വലിയാണോ എന്ന വിഷയത്തിൽ സംശയിക്കാനില്ല എന്നാണ് ESK മാടവൻ ഉസ്താദ് പലപ്പോഴായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം ഒരു ദിവസം അദ്ദേഹം അന്തർപാപ്പയെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് മതിലകത്ത് വെച്ച് വലിയുല്ലാഹി ബാപ്പുട്ടി മുസ്ലിയാർ ആണ്ട് നേർച്ച എന്ന ഒരു പോസ്റ്റർ കാണാൻ ഇടയായി. ബസ്സിൽ അന്തർപാപ്പയെ കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന മാടവൻ ഉസ്താദ് മനസ്സിലിങ്ങനെ ചിന്തിച്ചു അത്രേ, ബാപ്പുട്ടി മുസ്ലിയാരെ കുറിച്ച് വലിയുല്ലാഹി എന്ന് പറയാൻ പറ്റുമോ എന്ന ഒരു ചിന്ത. അതാരോടും പങ്കുവെക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അന്തർപാപ്പയുടെ അരികിലെത്തിയപ്പോൾ അന്തർപാപ്പ മാടവൻ ഉസ്താദിനെ കണ്ട മാത്രയിൽ അവിടത്തോട് പറഞ്ഞു അത്രേ, ഒന്നും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടോ ചോദിച്ചിട്ടോ അല്ല, അല്ലാതെ തന്നെ മനസ്സ് വായിച്ചിട്ട് അന്തർപാപ്പ മാടവൻ ഉസ്താദിനോട് പറഞ്ഞത് ബാപ്പുട്ടി മുസ്ലിയാർ വലിയാണ് കേട്ടോ എന്നാണ്. ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയ, വലിയനാണ് വലിയന് തിരിയുക എന്ന തത്വം വെച്ച് നോക്കുമ്പോൾ ബാപ്പുട്ടി മുസ്ലിയാർ വലിയാണ് കേട്ടോ എന്ന് മനസ്സ് വായിച്ചിട്ട് മാടവൻ ഉസ്താദിനോട് അന്തർപാപ്പ സംസാരിക്കുമ്പോൾ ആ അന്തർപാപ്പയും ഔലിയാക്കളിൽപ്പെട്ടവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അവിടുത്തെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് 32 വർഷങ്ങൾക്ക് ശേഷവും ചന്ദ്രാപിന്നി ഈസ്റ്റിലെ ഈ കിണർ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ഇവിടെ നിലനിൽക്കുന്നു.